നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി എക്സാം സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങളും കൂടാതെ അനുബന്ധ വിവരങ്ങളുമാണ്. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ഉപകാരപ്രദമായ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, കുറ്റം ചെയ്യാത്ത ഒരാളെ ജയിലിൽ അടച്ചാൽ അയാൾക്ക് സമീപിക്കാവുന്നത് എവിടെയാണ്? കുറ്റം ചെയ്യാത്ത ഒരാളെ ജയിലിൽ അടച്ചാൽ അയാൾക്ക് സമീപിക്കാവുന്നത് എവിടെയാണ്? മനുഷ്യാവകാശ കമ്മീഷനിലാണ് അയാൾക്ക് സമീപിക്കാവുന്നത്. അപ്പോൾ 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ സെക്ഷൻ 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ ഈ ചോദ്യം എന്താ? കുറ്റം ചെയ്യാത്ത ഒരാളെ ജയിലിൽ അടച്ചാൽ അയാൾക്ക് സമീപിക്കാവുന്നത് എവിടെയാണ്? മനുഷ്യാവകാശ കമ്മീഷനിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നാണ് നിലവിൽ വന്നത്? 1993. 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. മനുഷ്യാവകാശങ്ങളുടെ ഭേദപ്പെട്ട സംരക്ഷണത്തിന് വേണ്ടിയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാനങ്ങളിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കോടതികൾ എന്നിവ സ്ഥാപിക്കുന്നതുമായുള്ള നിയമമാണ് 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ട് നമ്പർ 10 ഓഫ് 1994 എന്നറിയപ്പെടുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 ആണ്. ആക്ട് നമ്പർ 10 ഓഫ് 1994 എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 ആണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ്? 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1993 തന്നെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ മാസം 12 ഒക്ടോബർ മാസം 12 മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവൻ. ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ അഥവാ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പോൾ വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ അഥവാ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്താ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1993 ഒക്ടോബർ മാസം 12 ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളാണ് ഉള്ളത്? ഉത്തരം 4. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളുണ്ട്. അധ്യക്ഷനെ കൂടാതെ 4 അംഗങ്ങൾ. കൂടാതെ ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്നിവയുടെ അധ്യക്ഷന്മാരും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ചീഫ് കമ്മീഷണറും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്.
കൂടാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. എത്രയാണ് കാലാവധി? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇത്രയും കാര്യങ്ങളും കൂടി ഓർത്തു വെച്ചിരിക്കുക. ഈ ചോദ്യം എന്താണ് പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം എത്രയാണ്? 4. അധ്യക്ഷൻ ഉൾപ്പെടെയാണെങ്കിലോ 5. ഓക്കെ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് മുതൽ 1996 നവംബർ 24 വരെ രംഗനാഥ മിശ്ര തന്നെയായിരുന്നു അധ്യക്ഷൻ. അപ്പൊ 1996 നവംബർ 24 വരെ, 93 ഒക്ടോബർ 12 മുതൽ 96 നവംബർ 24 വരെ രംഗനാഥ മിശ്രയായിരുന്നു ചെയർമാൻ. രണ്ടാമത്തെ ചെയർമാൻ ആരായിരുന്നു? JS വർമ്മ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ ആരായിരുന്നു? JS വർമ്മയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1999-2003. കാലഘട്ടം പഠിച്ചില്ലെങ്കിലും ആളെ പഠിക്കുക. JS വർമ്മയാണ് രണ്ടാമത്തെ അധ്യക്ഷനായിരുന്നത്. 2010-2015 കാലയളവിന് ഒരു പ്രത്യേകതയുണ്ട്. 2010-2015 കാലയളവിലാണ് മലയാളിയായ KG ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകുന്നത്. അപ്പോൾ മലയാളിയായ KG ബാലകൃഷ്ണൻ 2010-2015 കാലഘട്ടത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? MM പരീദ് പിള്ളയായിരുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് ഫാത്തിമ ബീവിയാണ്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരാണ്? ഫാത്തിമ ബീവിയാണ്. കൂടാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ മലയാളി കൂടിയാണ് KG ബാലകൃഷ്ണൻ. ആദ്യ മലയാളി ആരാണ്? KG ബാലകൃഷ്ണനാണ്. അപ്പോൾ ഈ ചോദ്യം എന്താ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? രംഗനാഥ മിശ്ര. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ സെക്ഷൻ 4 മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നത്. നേരത്തെ സെക്ഷൻ 3 എന്താ പറഞ്ഞത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ സെക്ഷൻ 3. സെക്ഷൻ 4 മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നതും രാജിവെക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകൾ സെക്ഷൻ 5 പറഞ്ഞിരിക്കുന്നത്. അപ്പം 3 മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നത്, 4 അതിലെ അംഗങ്ങളെ നിയമിക്കുന്നത്, 5 അംഗങ്ങളെ നീക്കം ചെയ്യുന്നത്. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോകസഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ, ലോകസഭാ സ്പീക്കർ, രാജ്യസഭാ ഉപാധ്യക്ഷൻ എന്നിവരടങ്ങിയ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത്. അപ്പൊ ആരുടെയൊക്കെ ശുപാർശ പ്രകാരമാണ്? ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോകസഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ, ലോകസഭാ സ്പീക്കർ, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഇവരുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1998 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1998 ഡിസംബർ മാസം 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാണ്? ഡിസംബർ മാസം 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? നേരത്തെ പറഞ്ഞു, MM പരീദ് പിള്ളയായിരുന്നു. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? ചെയർമാനെ കൂടാതെ 2 അംഗങ്ങളാണുള്ളത്. മൊത്തം 3 അംഗങ്ങൾ. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളുണ്ട്. ചെയർമാനെ കൂടാതെ 2 അംഗങ്ങളാണ് ഉള്ളത്.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഓർത്തിരിക്കുക. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ് ഉത്തരം? 2 ആണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് ആന്റണി ഡൊമിനിക് ആണ്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പക്ഷേ ആരാണ്? പ്രസിഡന്റ് ആണ്. നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. നീക്കം ചെയ്യാനുള്ള പവർ എപ്പോഴും ആർക്കേ ഉള്ളൂ? പ്രസിഡന്റിനേ ഉള്ളൂ. ഹൈക്കോടതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസായി അല്ലെങ്കിൽ ജഡ്ജിയായി വിരമിച്ച വ്യക്തിയെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസായി അല്ലെങ്കിൽ ജഡ്ജിയായി വിരമിച്ച വ്യക്തിയെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നത്. ഇപ്പോഴത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആന്റണി ഡൊമിനിക്കും മറ്റ് അംഗങ്ങൾ പി മോഹനദാസ്, വി കെ ബീനാകുമാരി എന്നിവരാണ്. അപ്പോൾ ഇപ്പോഴത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? പി മോഹനദാസും വി കെ ബീനാകുമാരിയുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയുള്ള വിവരങ്ങൾ ഒന്ന് ഓടിച്ച് ഫുള്ളായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുന്നേയും ഈ വീഡിയോ എടുത്ത് കാണാൻ ശ്രദ്ധിക്കുക. അപ്പം വീണ്ടും കാണാം. താങ്ക്